മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് രജിസ്ട്രാർ ഇപ്പോൾ ABVP വെട്ടിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഭാരതാംബ ചിത്രമുള്ള വേദിയിൽ രജിസ്ട്രാർ പങ്കെടുക്കുന്ന ഫോട്ടോ ഇപ്പോൾ ABVP പുറത്തുവിട്ടിരിക്കുകയാണ്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രമുണ്ടായിരുന്നു. അയ്യപ്പ കോളേജിലെ കലാലയ യൂണിയൻ പരിപാടിയുമായി ബന്ധപ്പെട്ട അന്ന് നടത്തിയ പരിപാടിയിൽ അന്നില്ലാത്ത എന്ത് വർഗീയതയാണ് ഇപ്പോൾ ഉള്ളത് എന്ന ചോദ്യമാണ് ABVP ഉദ്ഘാടനം ചെയ്തതും ഡോക്ടർ KS അനിൽകുമാർ ആയിരുന്നു. അതായത് ഇന്നലെ VC മോഹൻ കുന്നുമേൽ നടപടിയെടുത്ത രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ആയിരുന്നു. അന്ന് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ആ പരിപാടിയുടെ ഉദ്ഘാടകൻ ABVP ആണ് ഇപ്പോൾ ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയ പോരിലേക്ക് കൂടി പോവുകയാണ്. CPM-ന്റെ രാഷ്ട്രീയ ചട്ടുകമായി രജിസ്ട്രാർ മാറുന്നു എന്നാണ് ABVP ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നത്. ഇപ്പോഴത്തെ നിലപാട് രാഷ്ട്രീയം മാത്രമാണ്. നേരത്തെ ഇല്ലാത്ത എന്ത് നിലപാട് മാറ്റമാണ് ഇപ്പോൾ ഭാരത ചിത്രവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുന്നു. എന്ത് വർഗീയതയാണ് ഇന്ന് രജിസ്ട്രാർക്ക് അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് ABVP ചോദിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ABVP ചിത്രങ്ങൾ സഹിതം പുറത്തു വിട്ടുകൊണ്ടാണ് രാഷ്ട്രീയമായൊരു ചോദ്യം മുന്നോട്ട് വെക്കുന്നത്. KS അനിൽകുമാറിന്റെ രാഷ്ട്രീയ ചരിത്രം കൂടി നമുക്കറിയാം. 4 മാസം മുൻപാണ് അദ്ദേഹത്തിന് CPM പുനർനിയമനം നൽകിയിട്ടുള്ളത്. ആ വശം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയം ഇനി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. തീർച്ചയായും KS അനിൽകുമാർ അതുപോലെ തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന സിൻഡിക്കേറ്റ് എല്ലാം വെട്ടിലാവുകയാണ്. മന്ത്രി അടക്കമുള്ളവരെല്ലാം വെട്ടിലാവുകയാണ്. കാരണം ഈ KS അനിൽകുമാർ ആലപ്പുഴ അയ്യപ്പ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കേരള സർവകലാശാല രജിസ്ട്രാറായി വരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് പുനർനിയമനം നൽകിയത്. അപ്പോൾ ഈ ABVP അല്പം മുൻപ് പുറത്തുവിട്ടിരിക്കുന്ന ഫോട്ടോ, ആ ദൃശ്യങ്ങൾ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അവരുടെ അയ്യപ്പ കോളേജിലെ ധ്വനി എന്ന സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഈ ധ്വനി എന്ന സംഘടനയുടെ പരിപാടിയിൽ ഈ ബാനറിൽ ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രമുണ്ട്. അന്ന് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് 2020-ലെ ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ അന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടന വേദിയിൽ ഭാരതാംബ ചിത്രം ഉപയോഗിച്ചിരുന്നു. അന്നില്ലാത്ത എന്ത് വർഗീയതയാണ് ഇന്ന് രജിസ്ട്രാർക്കുള്ളത് അനുഭവപ്പെട്ടെന്നാണ് ABVP സംസ്ഥാന സെക്രട്ടറി രാഷ്ട്രീയ നിലപാടൊക്കെ മാറ്റി ഇപ്പോൾ സർക്കാർ അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നത് അത് പദവിക്ക് വേണ്ടിയാണ്, തന്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് സ്ഥാപിക്കാനാണ് ABVP ശ്രമിക്കുന്നത്. അതായത് രതീഷ്, ഇപ്പോൾ ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ രജിസ്ട്രാർ ഉന്നയിക്കുന്ന വാദങ്ങൾ അത് നിലനിൽക്കില്ല, അല്ലെങ്കിൽ അത് അദ്ദേഹം രാഷ്ട്രീയ ചട്ടുകമായി മാറിയിരിക്കുന്നു എന്ന വിമർശനത്തിന് കൂടുതൽ ശക്തി പകരുന്നതാണ്. അത്തരം വാക്ക് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. കേരള സർവകലാശാലയിലേക്ക്